ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണ് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈദിൻ്റെ വെക്കേഷന് ഒരു ചെറിയൊരു ടൂറിന് വന്നതാണ്. അട്ടപ്പാടി ആണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് നരസിംമുക്ക്. അട്ടപ്പാടി നരസിംമുക്കിന്ന് കുറച്ചിട്ട് പോന്നാൽ അവിടെ ഒരു O2 ഫാം ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾക്ക് പറയണത് അറുത്ത് തരും. കുറേ മാങ്ങകളും സപ്പോട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അറുക്കാം. പിന്നെ ഇവിടെ ഇളനീർ നമുക്ക് വെട്ടിത്തരും. തെങ്ങ് നമ്മൾ കാണിച്ചിട്ട് തന്നെയാണ് വെട്ടിത്തരിക. ഇത്തരം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ഇളനീരിന് വെറും 25 രൂപയേ ഉള്ളൂ. അതും നമ്മളെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് ഇട്ടേരും ചെയ്യും. ഒരു കെമിക്കൽസും ഒന്നും അടിക്കാത്ത ഫ്രൂട്ട്സാണ് ഇവിടെ. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ടുകളും ഒക്കെ ഉണ്ട്. ഓല് ഇളനീരെടുത്തിട്ട് വരികയാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കവുങ്ങുകളും ഉണ്ട് കേട്ടോ. പിന്നെ കവുങ്ങിൻ്റെ പാളകളും ഉണ്ടായിരുന്നു. പണ്ടത്തെ കുട്ടികളും ഇങ്ങനെ പാളയിലേക്ക് വലിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അങ്ങനെ വലിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അത് അതിലിങ്ങനെ പോവാൻ നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ അതാ വാപ്പ കോണി എടുത്തിട്ട് കറുകത്ത് എടുക്കാനിങ്ങനെ പോവാണ്. കറുകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അത് കുറേ നമ്മൾ വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഈ ഒരു സ്ഥലം ഭയങ്കര സൂപ്പറാണ്. പിന്നെ ഞങ്ങളിത് അവിടുന്ന് പോന്നു. ഇത് ഷോളേർ റൂട്ടാണ്. ഇതൊക്കെ നല്ല റോഡാണ്. ഞങ്ങളിങ്ങനെ അട്ടപ്പാടിക്ക് പോകുന്നൊരു റൂട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കര റോഡ് മോശമാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ ഷോളേർ ടൗണിലേക്ക് വന്നപ്പോൾ ഈ ആൾക്കാരൊക്കെ ചിലർ തമിഴൊക്കെയാണ്. പിന്നെ അവിടെ കുറേ പശുക്കളെ വളർത്തുന്നതും കുറേ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ ഷോളേരാണ് ഒരു ചെറിയ വീട്ടിൽ ഇങ്ങനെ നിന്നത്. ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ അത്. പിന്നെ ആ ഷോളേറിൻ്റെ മലയുടെ മുകളിലൊക്കെ ഭയങ്കര തണുപ്പുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് ഞങ്ങളെ ഫോട്ടോസാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും.